ഇന്ന് ഞാനേ ഗിയർ വയറിൽ കുറച്ച് ഡ്രോപ്പ് ബീഡ്സ് ഒക്കെ കോർത്ത് കൊടുത്ത് ഒരു മാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇരുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും എന്റെ പൂച്ചക്കുട്ടന്മാർ ചുറ്റും വന്നിരിക്കാൻ തുടങ്ങി കേട്ടോ. ഇരിപ്പ് മാത്രമൊക്കെ ആണെങ്കിൽ ഓക്കെ കേട്ടോ, പക്ഷെ ഇതെന്താ പണിയെന്ന് കണ്ടോ? മാലയുടെ ഒരറ്റം വലിച്ചെടുത്തുകൊണ്ട് പോയി. അപ്പൊ ഞാൻ തിരിച്ചു വാങ്ങിച്ചെടുത്തു കേട്ടോ. അപ്പൊ അവനൊന്നും കൂടി വാശിയായി, പിന്നെയും വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ ആ ഒരറ്റം കൊണ്ട് പോയി കേട്ടോ. അപ്പോഴേക്കും ഞാൻ പിടിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അടുത്തേക്ക് വന്ന് ദേ തൊട്ടടുത്ത് വരെ എത്തിയിട്ടോ ആള്. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു തരത്തില് എന്നെ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നായിട്ടോ ആള്. എന്നാ ഇന്നാ പിടിക്ക് എന്ന് പറഞ്ഞ് കുറച്ചു നേരം ഞാൻ കളിക്കാൻ കൊടുത്തു. കുറച്ചു നേരം കളിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് തന്നെ മതിയായി പോയിട്ടോ. കുറച്ചു നേരം എന്നെ പണിയെടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞപ്പോ അതേ ആള് പിന്നെയും വന്നിട്ടുണ്ട്. പിന്നെയും വന്ന് മുത്തൊക്കെ പൊത്തി പിടിക്കുവാണ് കേട്ടോ, ഞാൻ എടുക്കാതിരിക്കാൻ വേണ്ടി. അപ്പൊ അതേ അയാളുടെ ചേട്ടനും കൂടി വന്നിരിപ്പുണ്ട്. അവസാനം വീഡിയോയുടെ ഫ്രെയിമിൽ നോക്കിയേ, ഇവന്മാരുടെ തല മാത്രം കാണാം. മൂത്തവന്റെ പേരാണ് കേട്ടോ കിയോൺ, രണ്ടാമത്തത് ഹാരി. കിയോൺ കുറച്ചു നേരം നിന്നിട്ട് അവൻ അപ്പൊ തന്നെ പോയി. ഹാരി കുഞ്ഞ് പക്ഷെ മാറാൻ തയ്യാറായില്ല കേട്ടോ. അങ്ങനെ ഇപ്പൊ എന്നെ കളിപ്പിക്കാതെ മുത്തെടുത്തൊന്നും കളിക്കണ്ടെന്ന് പറഞ്ഞ് ആളിതേ മുത്തൊക്കെ പൊത്തി പിടിച്ചേക്കുവാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ കോർത്തെടുത്തത്. ഏറ്റവും അറ്റത്ത് ഞാൻ ലോബ്സ്റ്റർ ഹുക്കും ജംപറിങ്ങും ആഡ് ചെയ്തിട്ട് പിന്നെ ഈ മുത്തുകൾ കോർത്തെടുത്തതാണ്. അതിന്റെ നടുക്കായിട്ട് ഒരു പെൻഡന്റും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാലയുടെ ഫൈനൽ ലുക്ക് ആയപ്പോഴേക്കും ദേ ആൾ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആൾക്ക് തന്നെ ആദ്യം ഇട്ട് കൊടുത്തു. അങ്ങനെ കുരുത്തക്കേടൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കിടന്നുറങ്ങുവാണ് കേട്ടോ. പിന്നെ കിയോണിന് ഇട്ട് കൊടുത്തു കേട്ടോ. അവനാണെങ്കിൽ അതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ കാലിട്ടു. പിന്നെ ഞാൻ അത് പുറത്തെടുത്ത് കൊടുത്തു കേട്ടോ. അവന്റെ കഴുത്തിൽ എന്താ ഇട്ട് കൊടുത്തേക്കണേ, എനിക്കില്ലേ എന്ന് ചോദിച്ചതേ വേറൊരുത്തൻ കൂടി കയറി വരുന്നുണ്ട്. മാലക്കിട്ടപ്പോ എന്റെ കിയോൺ മോനെ നോക്കി എന്ത് സുന്ദരനാന്ന്. പിന്നെ മറ്റവന് വിഷമം തോന്നുന്നുണ്ടല്ലോ എന്ന് കരുതി അവനും ഇട്ട് കൊടുത്തു കേട്ടോ. അവന്റെ മാലയൊക്കെ കടിക്കുന്നുണ്ടായിരുന്നു. പെൻഡന്റ് ഒക്കെ പൊക്കിയെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. ആദ്യമൊക്കെ കടിക്കാൻ നോക്കിയെങ്കിലും അവന് സംഭവം ഇഷ്ടമായിട്ടോ. അവൻ അതുകൊണ്ടിരിക്കുമായിരുന്നു, പുറത്തേക്കൊക്കെ നോക്കി കാഴ്ചയൊക്കെ കണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അതേ പുറത്ത് വേറൊരാളും കൂടി ഇരിപ്പുണ്ട്. ഇവന്മാരുടെ ചേട്ടനാണ് കേട്ടോ, മിക്കു ചേട്ടൻ.